നമസ്കാരം. അർജുൻ, LDF ഗവൺമെൻറ് പിണറായി സർക്കാരിന് ഇപ്പോൾ അത്ര നല്ല കാലമല്ലെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിന് ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും മറ്റൊന്നും കൊണ്ടല്ല, കെടുകാര്യസ്ഥത തന്നെയാണെന്ന് ഏവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്നലത്തെ സംഭവം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു സ്ത്രീ അവിടെ മരിച്ചു. അവരുടെ ഭർത്താവും മകളും അന്വേഷിക്കുകയാണ് അവരെ. ഈ ആൾക്കൂട്ടത്തിൽ പലരോടും പറയുന്നു പറ്റുമെങ്കിൽ അവരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ട് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. ചേച്ചി, ഇത് പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഇന്നലെ ഈ അപകടം സംഭവിച്ച ഒരു 10-ഓടുകൂടി അപകടം സംഭവിക്കുന്നു. 11:15 അവിടെ വാസവൻ മിനിസ്റ്ററും അതോടൊപ്പം തന്നെ വീണ ജോർജും അവിടെ എത്തുന്നു. രണ്ടുപേരും എത്തുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ തന്നെ അവർ മാധ്യമങ്ങളോട് പറഞ്ഞു, ഇത് ചെറിയൊരു പൊളിക്കാൻ വെച്ച കെട്ടിടമാണ്, ഇതിനൊരു കുഴപ്പമില്ല, ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, 1-2 പേർക്ക് ഇത്രയേ നിസ്സാരമായിട്ടുള്ള ചേള് തെറിച്ച പോലത്തെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ഈ വിഷയത്തെ അങ്ങ് ലഘൂകരിച്ചു. അങ്ങ് UP-യിൽ പൊളിക്കാൻ വെച്ച കെട്ടിടമാണെങ്കിൽ അത് വലിയ സംഘർഷമായേനെ, കേരളത്തിലും പ്രതിഷേധം ഉണ്ടായേനെ. ഏത് യോഗി ആദിത്യനാഥിനെതിരെ ഇവിടെയും കോലം കത്തിക്കും ഇവർ. പക്ഷേ ഇവിടെ കേരളത്തിലായതുകൊണ്ട് അവിടെ പൊളിക്കാൻ വെച്ച കെട്ടിടമാണെന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നത്തെ അങ്ങ് ലഘൂകരിച്ചു. ആക്ച്വലി എന്താ സംഭവം ഉണ്ടായത്, ഈ 11-ാം വാർഡിനും 14-ാം വാർഡിനും ഇടയിലുള്ള ഇതിനിടയിലായിട്ട് പിന്നീട് ഒരു ഫണ്ടിൻ്റെ അകത്ത് ഉണ്ടാക്കിയ ഒരു കെട്ടിടം, ഇതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു കെട്ടിടം. ഒറ്റ കെട്ടിടമാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാർപ്പല്ല, അത് നമുക്ക് അംഗീകരിക്കേണ്ട കാര്യത്തില്ല. പക്ഷേ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഇവരെല്ലാം തന്നെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഉപയോഗശൂന്യമാണെങ്കിൽ അതിലേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പൂട്ടിയിടുകയോ അല്ലെങ്കിൽ സീൽ ചെയ്യുകയോ അത്തരം ഏതെങ്കിലും സംവിധാനം അവിടെ ഏർപ്പെടാം. അങ്ങനെയാണെങ്കിൽ ആരും പോവില്ല. അപകട നിലയിലായ കെട്ടിടം, ഇതിലേക്ക് ആരും പ്രവേശിക്കരുത് എന്നൊരു സൈൻ ബോർഡ് വെച്ചായിരുന്നെങ്കിൽ ആരെങ്കിലും ജീവനം ഭയന്ന് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമോ? അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ തന്നെ കാര്യമായ ലംഘനം ഉണ്ടായിട്ടുള്ളത് സൂപ്രണ്ടിൻ്റെ ഭാഗത്താണ്. ഈ സൂപ്രണ്ട് ഇപ്പം അവസാന രക്തസാക്ഷിയായിരിക്കുകയാണ്. വീണ ജോർജിനെയും വാസവ മിനിസ്റ്ററിനെയും എല്ലാവരും കുറ്റപ്പെടുത്തുന്ന, സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ്, അത്ര എല്ലാത്തിനും ഉത്തരവാദി ഞാനാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. പുള്ളി തന്നെയാണ് ഉത്തരവാദി ഒരു കണക്കിന്. ഈ പറയുന്ന അത് ഞാനൊന്ന് ഇടപെട്ടോട്ടെ. കാരണം എല്ലാ സ്ഥലത്തും ഇപ്പം മന്ത്രിക്ക് ഇടപെടാൻ കഴിയുമോ? ഇപ്പം ഒരുപാട് സർക്കാർ ആശുപത്രികളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, ജില്ലാ ആശുപത്രികളുണ്ട്, താലൂക്ക് ആശുപത്രികളുണ്ട്, ഡിസ്പെൻസറികളുണ്ട്. ഈ എല്ലാ സ്ഥലത്തെയും നിയന്ത്രണവും എല്ലാ പ്രവർത്തനങ്ങളും നോക്കാൻ ഇപ്പൊ മന്ത്രിക്ക് നേരിട്ട് ചെല്ലാൻ പറ്റുമോ? തീർച്ചയായും ഉത്തരവാദിത്തം ഉള്ള ആള് തന്നെയാണ് സൂപ്രണ്ട് തന്നെയാണ്. അതിന്റെ ഉത്തരവാദിത്തം സൂപ്രണ്ടിനെ ഒരിക്കലും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു സംഭവം ഉണ്ട് ചേച്ചി, ഇതിനകത്ത് ഏതൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാലും ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടിടം തകർന്ന് വിടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ പ്രാഥമികമായിട്ട് ആളുകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ എത്തുന്ന ഒരു മന്ത്രി പോലെയുള്ള ഉത്തരവാദിത്ത സ്ഥാനത്ത് ഇരിക്കുന്നവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കുടുങ്ങിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇത് മൊത്തം പൊളിച്ചു മാറ്റിയാലേ പറയാൻ പറ്റുള്ളൂ. ആരെങ്കിലും അബദ്ധവെച്ചാൽ എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് അറിയില്ല, ഇതൊന്ന് മാറ്റിക്കോട്ടെ, അതിനുശേഷം ഞാൻ മീഡിയയോട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മാന്യതയുണ്ട്, പക്വതയുണ്ട്. പക്ഷേ പണ്ട് എന്താ പറയുക, ഈ കോൺഗ്രസ്സുകാരും ഇവരൊക്കെ എന്താ പറയുക, ആങ്കർ അമ്മച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കുന്ന പോലെ ആ നിലവാരത്തിലേക്ക് തന്നെ പോയിട്ട് പെട്ടെന്ന് ചാടിക്കേറി എന്തെങ്കിലും പറഞ്ഞ് അവിടെ ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ ലഘൂകരിക്കുന്ന നിലയിലൊക്കെ പോയത്. അതെ. അതിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് സൈബർ സേവകൾ അങ്ങ് വലിയ ക്യാപ്സൂളുമായിട്ട് ഇറങ്ങി. ഒരു ലോഡ് ക്യാപ്സൂൾ അവർ US നിന്ന് ഇറക്കിയെന്ന് പറഞ്ഞത്. AK സെൻറ്റർ വഴി ക്യാപ്സൂൾ എല്ലാ ജില്ലയിലെയും വിതരണം അപ്പം തന്നെ തുടങ്ങി. PK ശ്രീമതിയാണ് ആദ്യ ക്യാപ്സൂളുമായിട്ട് വന്നത്. പൊളിച്ചു വീഴാനായിരുന്ന കെട്ടിടം, അത് പൊളിച്ചു കളയാൻ തീരുമാനിച്ച കെട്ടിടം ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ കണ്ടു. ചക്ക, മാങ്ങ, തേങ്ങ എന്ന് പറഞ്ഞിട്ട് കൂലി കൊടുക്കണ്ടല്ലോ. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വാസവ മിനിസ്റ്ററും വീണ ജോർജുമാണെന്ന് ഞാൻ കണ്ണും പൂട്ടി പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ മിനിസ്റ്റേഴ്സ് അവിടെ വന്ന സാഹചര്യത്തിന് ശേഷമാണ് 1 മണിയോടുകൂടിയാണ് അവിടെ ഈ കെട്ടിടത്തിൻ്റെ കൂമ്പാരത്തിൻ്റെ മാലിന്യങ്ങൾ നീക്കാൻ തുടങ്ങിയത്. അത്രയും നേരം ഒരു മനുഷ്യന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ ജീവൻ മേത്ത് വീണ് ഈ ഇത്രയും വലിയ എന്താ പറയുക കനമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും വെയിറ്റുള്ള സാധനങ്ങൾ മേത്ത് വീണ് കഴിഞ്ഞ് അത്ര നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷേ കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനം നടത്താത്തതുകൊണ്ട് അതൊരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയാം. 100%, 100% ഗവൺമെന്റ് സ്പോൺസേർഡ് കില്ലിംഗ് ആണ് സംഭവിച്ചിട്ടുള്ളത്. അത് തന്നെ നമുക്ക് അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. മാത്രമല്ല, നമുക്ക് ഇതിനകത്തെ ഒരു കണക്കുകൾ നോക്കാം. നമ്മൾ ഈ ആരോഗ്യരംഗത്ത് 1-ാം സ്ഥാനത്ത് എന്നൊക്കെ പറയുന്ന സമയത്തും നമ്മൾ ഇതിനകത്ത് പലപ്പോഴും ഈ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പല ഡാറ്റകളും, ആരോഗ്യ ഡാറ്റകളും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾ, ഏകദേശം 70%, 68-70% ആളുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് ആശ്രയിക്കുന്നത്.
പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നതുകൊണ്ട് അവരുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മളൊക്കെ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാകുന്നില്ല. പക്ഷേ അസുഖം വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പൈസ അതെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൈസ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ടാണെങ്കിലും ശരി, പ്രൈവറ്റ് മേഖലയിലെ ഹോസ്പിറ്റലിൽ ഏകദേശം 70% ആളുകൾ പോകുന്നുണ്ട്. ബാക്കി 30% ആളുകളെ ഈ സംസ്ഥാനത്തെ ഇത്രയും ഉള്ള ഈ സർക്കാർ ആശുപത്രിയിൽ പോകുന്നുള്ളൂ. ഈ സർക്കാർ ആശുപത്രിയിൽ അത്രയും ആളുകൾ പോകുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ അവിടെ ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്നെങ്കിലും നമ്മൾ പറയാൻ വേണ്ടി പറ്റും. അതായത് മുഴുവൻ ആശുപത്രികളും എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള PHSകളും CHSകളും മെഡിക്കൽ കോളേജുകളും കാര്യങ്ങളും എല്ലാം സംവിധാനങ്ങളും ഒരുക്കി അവിടെ എല്ലാ മരുന്നുകളും ഉണ്ടാക്കി അതിനുശേഷമാണ് ഈ വീമ്പ് ഇളക്കുന്നതെങ്കിൽ പിന്നെയും കാര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തന്നെ മാധ്യമങ്ങളെല്ലാം കൂട്ടിയിട്ട് നമ്മുടെ വീണ മിനിസ്റ്റർ ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് അവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെന്നിട്ട് വീണ മിനിസ്റ്റർ കുറച്ച് മരുന്നിൻ്റെ ചീട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇതില്ല, ഇതില്ല ഇതില്ലെന്ന്. അതെന്താ ഇല്ലാത്തത്? നിങ്ങൾ ഇവിടുന്ന് കൊടുക്കാനിട്ടല്ലേ അതായതെന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് 2 ചാടിക്കറില്ല. അവർ മിനിസ്റ്റർ അവർ മിനിസ്റ്റർ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് പറയുന്നതിന് ഒരു പക്വതയുണ്ട്. അല്ലെങ്കിൽ ഒരു മാന്യതയോടുകൂടി സംസാരിക്കുക എന്നുള്ള ഒരു നിലപാടും ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചാൽ. അപ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ പറയാണ് മേഡം ഞങ്ങൾ ഇത് ഇവിടുന്ന് ഓർഡർ ചെയ്തതാണ്, അവിടുന്ന് കിട്ടാത്തതുകൊണ്ടാണ് മേഡം പറഞ്ഞത്. അതെന്താ കിട്ടാത്തത്? വിളിക്കവരെ വിളിക്ക് എന്ന് പറഞ്ഞിട്ട് 2-3 ജാടയിടലും ഫുള്ള് ഷോ, മന്ത്രിയുടെ ഇടപെടൽ, പട്ടി ഷോ എന്ന് പറഞ്ഞാൽ പട്ടി ഷോ. അതേ രീതിയിലേക്ക് നിലവാരം താന്ന ഷോ അവിടെ അങ്ങനെ ഷോ നടത്തുന്നു. ഈ സ്റ്റാഫുകൾ വിചാരിച്ച് ദൈവമേ പെട്ടു, നമ്മൾ ഇതിൻ്റെ കുറ്റക്കാരൻ നിലയിൽ സസ്പെൻഷൻ കിട്ടുമെന്നുള്ളത് പേടിച്ച് പാവം 2-3 ചേച്ചിമാർ അവിടെ നിൽക്കുക, അങ്ങനെ വിറച്ചോണ്ട് നിൽക്കുക അവർ. ആ അവസ്ഥ. ഇത് മരുന്ന് കൊടുക്കേണ്ട ആൾക്കാർ കൊടുക്കുന്നില്ല. അത് കൊടുക്കാത്തതിനെ തുടർന്നാണ് ഇവിടെ ഈ ക്ഷാമം വരുന്നത്. സിമ്പിളായിട്ട് നോക്കുക, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 3 ദിവസത്തോളമാണ് സർജറികൾ മുടക്കിയത്. 3 ദിവസത്തോളം അവിടെ വേണ്ട സംവിധാനങ്ങളില്ല. ഈ പറയുന്ന കൃത്യമായിട്ട് ഓരോ സ്ഥലത്തും ഒരു കരാറ് തീരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കമ്പനിയായിട്ടൊരു കരാറുണ്ടാവില്ല അവിടത്തേക്ക് സാധനം എത്തിക്കാൻ വേണ്ടിയിട്ട്. ആ കരാറ് അവർ ലംഘിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിനുള്ള പേയ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ കരാർ അവർ വീണ്ടും എടുക്കാൻ തയ്യാറാത്തത് എന്തുകൊണ്ടായിരിക്കും? പേയ്മെൻറ്റിൻ്റെ അകത്ത് ഈ പറയുന്ന പെൻഡിങ് വരുന്നതുകൊണ്ടായിരിക്കും. ഈ പിന്നീട് ഒരു കമ്പനികളെയും ഈ പറയുന്നതിനെ വിളിച്ചിട്ട് ടെൻഡർ ക്ഷണിച്ചിട്ട് എന്തുകൊണ്ടാണ് ഒരു കമ്പനി വരാതിരിക്കുന്നത്? പൈസ കിട്ടാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ടെൻഡർ ക്ഷണിച്ചോടെ ഇപ്പോൾ കമ്പനികളൊന്നും വന്നില്ല. അതിനെ തുടർന്ന് അവിടെ സർജറിക്കുള്ള സാധനങ്ങൾ മുടങ്ങി. പിന്നെ അടിയന്തരമായിട്ട് സർജറികൾ മുടങ്ങിയോട് സർക്കാർ ഇടപെട്ട് അത് വാർത്തയാകുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ തീർത്തു. അതിനെ ഉള്ളത്. ഇത് വാർത്ത എവിടെയൊക്കെ ആവുന്നോ, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളും നമ്മൾ ഓരോ റിപ്പോർട്ടർമാരെ വെക്കണം. അവിടെ റിപ്പോർട്ടർ അവർ വാർത്തയായി കഴിഞ്ഞാലേ ഇത് ഞാൻ ക്ലിയർ ചെയ്യുള്ളൂ എന്ന നിലയിലാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. മാത്രമല്ല നമ്മളിപ്പം ഈ മറ്റ് സ്റ്റേറ്റുകളായിട്ട് എപ്പോഴും കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൈവറ്റ് ആശുപത്രികൾ മറ്റു സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സൗകര്യങ്ങളുള്ള കാര്യങ്ങളുണ്ട്. വിദേശത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങോട്ട് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ അമൃത ഹോസ്പിറ്റലാണെങ്കിലും ഈ അങ്ങനത്തെ പല ഹോസ്പിറ്റലുകളിലേക്കും ഈ ഗൾഫ് കൺട്രീസ് എന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ചികിത്സാ ചെലവ് കൂടുതലാണ്, ഇവിടെ ചികിത്സാ ചെലവ് കുറവായതുകൊണ്ട് സർക്കാർ ഈ പ്രൈവറ്റ് മേഖലയിലേക്ക് ആളുകൾ വരുന്നുണ്ട്. ആ പ്രൈവറ്റ് മേഖലയിലേക്ക് ആളുകൾ വരുന്നത് നല്ല രീതിയിൽ ഇവർ കാശ് മുടക്കി പണിത് ഉണ്ടാക്കിക്കൊണ്ടാണ് ആളുകൾ വരുന്നത്, ചെയ്തു കൊടുത്തോണ്ടാണ്. അല്ലാണ്ട് സർക്കാർ അതിനകത്ത് അവർക്ക് അന്ന പിന്നെ കോട്ടെ നീ ഇവിടെ അമൃത ഹോസ്പിറ്റൽ ഗംഭീര ഹോസ്പിറ്റൽ നീ ഒരു ബിൽഡിംഗ് കൂടെ പണിതോ, ഞങ്ങളൊരു 50 കോടി തന്നേക്കാം സർക്കാരിൻ്റെ വക എന്ന് പറഞ്ഞ് പൈസ കൊടുത്തിട്ടല്ല, അത് അവരുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്ത് അതിന്റെ ലാഭവും അവർക്ക് തന്നെയാണ്. വിദേശത്ത് നിന്ന് എത്ര പേര് ചികിത്സ തേടി വന്നാലും അതിന്റെ ലാഭം സർക്കാരിനല്ല, ആ സ്വകാര്യ ആശുപത്രി ചിലപ്പോൾ ടാക്സ് കിട്ടുമായിരിക്കും. ടാക്സ് ഇല്ലല്ലോ, ഇതിന് ടാക്സ് ഇല്ലല്ലോ, അല്ല അത് അവർക്കാണ് ലാഭം. സ്വകാര്യ ആശുപത്രികൾ തടിച്ചു കൊടുക്കും. അതെ, അത്രേ ഉള്ളൂ. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നിട്ടാണ് വലിയ വീമ്പിളക്കുന്നത് നമ്പർ 1. അല്ല, ഞാൻ അതിലൊരു സംശയം ചോദിച്ചോട്ടെ. ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ 1 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആശുപത്രികളിൽ പോകാൻ ആളില്ലാതാവണം, എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കണം, എന്നാലല്ലേ നമ്പർ 1 ആവുള്ളൂ. ഇപ്പൊ സർക്കാർ തന്നെ പറയുന്നു സർക്കാർ ആശുപത്രികളിൽ വരുന്ന രോഗികളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്, അത് അവിടുത്തെ സൗകര്യം കൊണ്ടാണ്. രോഗം വർദ്ധിക്കുന്നതാണ് ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ 1 എന്ന് പറയാനുള്ളത്. ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ രോഗികളാക്കുകയും ആ രോഗത്തിന് ചികിത്സിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിനാണോ ആരോഗ്യ വകുപ്പ്? ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനല്ലേ യഥാർത്ഥത്തിൽ ആരോഗ്യം. നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ശിശുമരണ നിരക്ക് കുറഞ്ഞിട്ടുണ്ട്, ഗർഭിണികൾ ഈ മരണപ്പെടുന്നത് കുറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ സർക്കാരിൻ്റെ നേട്ടമായിട്ട് നമുക്ക് കാണാൻ തീരെ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ അപേക്ഷിച്ച് ആളുകൾ കൂടുതലായിട്ട് ഇന്ന് പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളവരാണ്. ഒരു പെൺകുട്ടി ഗർഭിണിയാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തോ അവർ ശ്രദ്ധിക്കുന്നതിനോ അവർ വേണ്ട തരത്തിലുള്ള
കാര്യങ്ങൾ ഇപ്പം യൂട്യൂബ് നോക്കി തന്നെ ആളുകൾക്ക് പഠിക്കാനുള്ള അവെയറാണ് ഇപ്പോൾ. എങ്ങനെ അവരവരുടെ ആരോഗ്യം നോക്കും. അതുകൊണ്ടാണ് ഇവിടുത്തെ ശിശു മരണനിരക്ക് കുറയുന്നതും ഒപ്പം തന്നെ ഈ പറയുന്ന ഗർഭിണികളുടെ മരണനിരക്ക് കുറയുന്നതൊക്കെ. അതെല്ലാം സർക്കാരിൻ്റെ നേട്ടങ്ങൾ എന്ന നിലയിലേക്ക് എടുത്തു കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ആരോഗ്യരംഗത്ത് ഇഷ്ടംപോലെ പൈസ കൊടുക്കാനുണ്ട്. ആരോഗ്യരംഗത്ത് ഒരുപാട് പൈസ ഇനിയും കൊടുക്കാനുണ്ട്. ഇത് പറയുന്ന സമയത്ത് തന്നെ ചേച്ചി ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിരിക്കാം. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ അത് കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞിട്ട് എത്ര പ്രതിഷേധം ഉണ്ടാക്കിയവർ അതിനുശേഷം കേന്ദ്ര സർക്കാർ ഇന്ന് ആ ഫണ്ട് അങ്ങ് കുറച്ചു. അതായത് CHSകൾക്കും PHSകൾക്കും വേണ്ടിയുള്ള ഫണ്ടൊക്കെ വെട്ടിച്ചുരുക്കി എത്ര എന്ത് ചെയ്ത് ആ പദ്ധതികളെല്ലാം നടപ്പാക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് കത്ത് എഴുതേണ്ട അവസ്ഥ വന്നു. ഇത് തന്നെയാണ് അവസ്ഥ. സമയക്രമത്തോടു കൂടിയിട്ട് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വേണ്ടിയിട്ട് പദ്ധതികൾ തയ്യാറാക്കുകയും അതിൽ നിന്ന് കേരളം മാത്രം മാറി നിൽക്കുകയും ഞങ്ങളിവിടെ ഒരു ചുവപ്പ് സംഭവമാണ്, ഞങ്ങൾ മറ്റേ റഷ്യൻ്റെയും ചൈനേൻ്റെയും മാതൃകയിൽ ഇവിടെ വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ്, സ്വന്തമായിട്ട് വാക്സിൻ വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കും, സ്വന്തമായിട്ട് ക്യാപ്സൂൾ ഉണ്ടാക്കുന്നുണ്ട് AK സെൻറ്ററിൽ. അല്ല, ഹാരിസ് ചിറക്കലിനെതിരെ വരാനുള്ള ഒരേ ഒരു ക്യാപ്സൂളേ ഇനി വന്നോന്നറിയില്ല. ഹാരിസ് ചിറക്കൽ സംഖ്യയാണ് എന്നുള്ളൊരു ക്യാപ്സൂൾ മാത്രമേ ഇനി വരാനുള്ളൂ. അതാ പറഞ്ഞത്, സ്വന്തമായിട്ട് ക്യാപ്സൂൾ ഉണ്ടാക്കുന്നുണ്ട് AK സെൻറ്റർ ഇഷ്ടം പോലെ. സ്വന്തമായിട്ട് വാക്സിൻ ഇപ്പോൾ എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കും തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു നിലവാരമില്ലാത്ത നിലയിലേക്ക് ആരോഗ്യരംഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രികൾ അവരുടെ സ്വന്തം പണത്തിൽ അവർ ഓരോ സംവിധാനങ്ങൾ ഉയർത്തുന്നു, അത് സർക്കാരിൻ്റെ വലിയ നേട്ടമായിട്ട് കണക്കാക്കുന്നു. പക്ഷേ സർക്കാർ മേഖലയിലെ ഡോക്ടർമാർ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഈ ഇടയ്ക്ക് സർക്കാർ ആശുപത്രിയിൽ പോയത് അതുകൊണ്ട് പറഞ്ഞിട്ട് നിർത്താം. സർക്കാർ ആശുപത്രിയിൽ പോയ സമയത്ത് മുമ്പ് എനിക്ക് സർക്കാർ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ഇഷ്ടമില്ലാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പണ്ട് കുഞ്ഞിലെ സുഖമുണ്ടൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ കണ്ണൂർ ഇരിട്ടി ആണ് എൻ്റെ പ്രദേശം. അവിടുത്തെ ഈ പറയുന്ന ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പലപ്പോഴും ബാത്റൂമിലെ സ്മെല്ലും അതും ഇതും, പിന്നെ ഈ വലിയ ക്യൂ ആയിട്ട് നിൽക്കണം, ഒരാൾ പോകുന്നു അടുത്ത കയറുന്നു, നമുക്കൊരു സ്വകാര്യതയോടുകൂടി സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. പിന്നെ ഡോക്ടർമാരുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തോ ഓശാനത്തിന് എന്തോ ഇത് വന്ന രീതിയിൽ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള പല ഡോക്ടർമാർ. പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ ഈ എളമക്കരയിൽ നമ്മുടെ എടപ്പള്ളി തന്നെയുള്ളൊരു CHSൽ പോയി. അവിടെ പോയ സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ വളരെ മാന്യമായിട്ട് വളരെ കാമായിട്ടിരുന്ന് കേൾക്കുന്നു, കാര്യങ്ങൾ ഇരിക്കുന്നു. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വൃത്തിയുടെ സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. ആ നിലയിലേക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഡോക്ടർമാരുടെ ഇടപെടലിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാതിരിക്കും. അല്ലാണ്ട് ആരോഗ്യരംഗം മൊത്തത്തിൽ വലിയ പെട്ടുകിടക്കുകയാണ്, വളരെ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അത് മൊത്തത്തിൽ സമൂഹത്തിലുണ്ടായ മാറ്റം കൂടിയാണ്. അതെ, നമ്മുടെ വൃത്തിയും കാര്യങ്ങളിലും ഉണ്ടായ മാറ്റം, ആ മാറ്റം തലമുറയുടെ മാറ്റം, അതെ തീർച്ചയായിട്ടും. പിന്നെ ഇടപെടലിലും ഉണ്ടായിട്ടുള്ള മാറ്റം. അങ്ങനെ പണ്ട് എന്താണ് പാവപ്പെട്ടവനാണ് ഇവിടെ വരുന്നത്, അവന് ഇത് മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ഇപ്പം തലമുറ മാറുമ്പോൾ ആ ആറ്റിറ്റ്യൂഡിൽ മാറ്റം. നമ്മുടെ ഹാരിസ് ചിറക്കലിനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു അഭിമുഖത്തിനകത്ത് അദ്ദേഹം പറയുകയാണ് 365 ദിവസത്തിനകത്ത് എനിക്ക് തോന്നുന്നത് 360 ദിവസവും ഞാൻ ആശുപത്രിയിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. 5 ദിവസം ലീവ് എടുത്തിട്ടുള്ള ആ മനുഷ്യന് അതേപോലത്തെ നല്ല ഡോക്ടർമാരുണ്ട്. പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വീട്ടിൽ വന്ന് പൈസ തന്നാൽ മാത്രമേ സർജറിക്ക് ഡേറ്റ് കുറിക്കൂ എന്ന് പറയുന്ന സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ തീർച്ചയായിട്ടും എന്തായാലും ഉണ്ടാവുമല്ലോ. എന്താ പറയുക, പാലിലെ ഒരു തുള്ളി വിഷം വീണ് കഴിഞ്ഞാൽ മൊത്തം പോയല്ലോ, പാലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ നിലയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും സർക്കാരിൻ്റെ ഈ തള്ളിന് കിട്ടിയ ഒരു നല്ല തിരിച്ചടിയാണ് ഈ രീതിയിൽ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു പാവം ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ അവിടെ എന്താ പറയുക രക്തസാക്ഷിയാകേണ്ടി വന്നു ഈ സർക്കാരിൻ്റെ ഈ പറയുന്ന ഗവൺമെൻറ് സ്പോൺസേഡ് കൊലപാതകത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു വസ്തുത.